ഹായ്. ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ഓർഗനൈസിങ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ കുറച്ച് ജ്വല്ലറീസ്, കുറച്ച് നെയിൽ പോളിഷ്, പിന്നെ കുറച്ച് അങ്ങനെ മേക്കപ്പ് ഐറ്റംസ് ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒന്നുമില്ല, എന്നാലും കുറച്ചുള്ളത്. അതിലിതൊക്കെ കമ്മലാണ് കേട്ടോ. അത് ഈയിടെ ഒരു പെരുന്നാളിന് പോയപ്പോൾ മേടിച്ചത് 2 കമ്മൽ സെറ്റാണ് ഫസ്റ്റ് കാണിച്ചത്. അതേപോലെ ഇത് നമുക്ക് നമ്മുടെ പിരുകം ത്രെഡ് ചെയ്യാൻ പൈസ വെറുതെ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചത്. പിന്നെ കുറച്ച് ക്ലിപ്പ്, അതുപോലെ ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ കുറച്ച് ഇത് നോർമൽ ഓർണമെൻറ്റ്സ് ആയിട്ട് ഇടയ്ക്ക് ഇടാനൊക്കെ പാകത്തിനുള്ളൊരു വളയാണ് കേട്ടോ. അതുപോലെ കുറച്ച് ക്ലിപ്പുകൾ എന്താ നമ്മുടെ ഡിംറ്റി ക്ലിപ്പ് എന്നൊക്കെ പറയും കേട്ടോ, അങ്ങനത്തെ ക്ലിപ്പ്. പിന്നെ ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഇയറിങ്സ് ആണ് കേട്ടോ. ഒരു 8-9 കൊല്ലമായിട്ടുണ്ടാവും ഇതെൻ്റെ കയ്യിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ ഇത് ഐബ്രോ പെൻസിൽസ്, അതുപോലെ ലിപ് ബാം ഹിമാലയയുടെയാണ്. ഞാൻ കുറേ ലിപ് ബാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്കത്ര തോന്നിയില്ല. ഈ ലിപ് ബാം കുഴപ്പമില്ല, ഹിമാലയയുടെ കേട്ടോ. 40 രൂപയും കണ്ടാവും ഈ ചെറിയ ഇതിന്, കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ അധികം ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കില്ല, എങ്കിലും കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിന് മേടിച്ച് വെച്ചത്. പിന്നെ നെയിൽ പോളിഷ് എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. നെയിൽ പോളിഷ് കളർ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ, അടിക്കണത് കുറവാണ്, പക്ഷെ എന്നാലും മേടിച്ച് വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറേ കളർ ഉണ്ടായിരുന്നതാണ്, ഒക്കെ കുറേ ചിലവായിട്ടോ. ഇത് പിന്നെ എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഒരു മോയ്സ്ചറൈസറാണ്, കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. പിന്നെ ഇതൊരു ഷാമ്പു ആണ്. കുറേ ഷാമ്പു ഒക്കെ മേടിച്ചു. പിന്നെ ഇപ്പോൾ ഈ ഇടയെങ്ങാണ്ട് കാണുമ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഷാമ്പു മേടിക്കും, അങ്ങനെ മേടിച്ചാൽ. ഇത് നമ്മുടെ ഫേസ് വാഷാണ്, സിമ്പിളിൻ്റെ. ഇത് ഞാൻ കുറേ വ്യൂസ് റീൽസ് ഒക്കെ കണ്ടിട്ട് മേടിച്ചൊരു സാധനമാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. അതൊരു ഫെവിക്കോളാണ്. ഞാൻ ഒരു 8-9 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഹിമാലയയുടെ ഫേസ് വാഷ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് പിന്നെ റോസ്മേരിയുടെ ലീവ്സാണ്, എണ്ണ കാച്ചാൻ, സ്പ്രേ ബോട്ടിൽ വെള്ളമാക്കാനോ ഹെയറിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇതിന് കുറച്ച് ഇയറിങ്സ് ഉണ്ട്, അതിൽ ഒരു മാലയുണ്ട്. ഇയറിങ്സിനൊക്കെ ഏകദേശം ഞാനൊരു 8-9 പഠിക്കുമ്പോൾ തൊട്ട് മേടിച്ചിട്ടുള്ള കുറേ ഇയറിങ്സാണ്. അത് കുറേ എന്നൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി കേട്ടോ. കുറേ യൂസ് ചെയ്യാതിരുന്നപ്പം കുറേയൊക്കെ പോയി. പിന്നെ ഇത് കുറച്ച് ഞാനായിട്ട് ചെയ്ത കുറച്ച് ബ്രേസ്ലെറ്റും അങ്ങനത്തെയൊക്കെ. പിന്നെ റീസെൻ്റ്ലി മേടിച്ചതാണ് ഈ 2 വാച്ചസ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, കുഴപ്പമില്ല. ഇത് കുറച്ച് സ്റ്റോൺസ് ഉള്ളൊരു ബാംഗിൾസാണ്. ഒറ്റ സിംഗിളായിട്ട് ഇടാം, അല്ലെങ്കിൽ 2-2 ഇടാം. പിന്നെ ഇത് കുറച്ച് റിങ്സാണ്, ഇതൊക്കെ എനിക്കൊരു വീക്ക്നെസ്സാണ് കേട്ടോ, റിങ്സൊക്കെ മേടിക്കാൻ. ഇത് പിന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് മേടിച്ച കുറച്ച് വളയൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊരു 4 ഫ്ലേവറിലുള്ള പെർഫ്യൂം. പിന്നെ എനിക്ക് കുറച്ച് ബോട്ടിൽ ആർട്ടും ഇതൊക്കെ ചെയ്യാനുള്ള ബ്രഷസ്, പെയിൻറ്റ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ഇത് പിന്നെ മെഷീനിന് ആവശ്യമായിട്ടുള്ള ചോക്ക്, പിന്നെ ഇത് ടേപ്പ്, എലാസ്റ്റിക്. ഇത് കുറച്ച് സ്റ്റിക്കേഴ്സ് പണ്ട് തൊട്ട് ചെറിയ പിള്ളേരെ പോലെ എനിക്ക് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നൂല്, ഇത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനുള്ളതാണ് കേട്ടോ. അത് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വേണ്ടി മേടിച്ചതാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. ഇത് കുറച്ച് പിസ്തയുടെ തൊലിയാണ് കേട്ടോ, ഈ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കണതാണ്. ഇത് കുറച്ച് പെയിൻ്റാണ്.
പിന്നെ ഇത് സൂചി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ്. പിന്നെ എൻ്റെ ഒരു ഡയറി, എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ളൊരു ഡയറിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് കുറച്ച് ഡ്രൈ ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഇതിലും കുറച്ച് അല്ലറ ചില്ലറ ഈ പഴയ കീസ് കാര്യങ്ങളൊക്കെ കിട്ടും, അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള. പിന്നെ സ്പോഞ്ച്, പെയിൻറ്റിങ് ചെയ്യാനുള്ള സ്പോഞ്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.